ഇപ്പൊ ആളെവിടെയുണ്ട്? ഞാൻ ഭയപ്പെട്ടു പോയി അമ്മാമേ. എന്താ മരിച്ചു പോയി എന്ന് വിചാരിച്ചോ? അമ്മാമേ, അടുത്ത വാക്കുകൾ പറയുന്നു. എനിക്കത് കേൾക്കാൻ കൂടി വയ്യ. हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। आई एम आरती। तो दोस्तों, आज हम देखने वाले हैं हिज हाइनेस अब्दुल्ला फिल्म को। इस फिल्म में लीड रोल में हैं मोहनलाल, निर्मोदी वेणु, गौतमी श्रीनिवासन और दोस्तों इस फिल्म को डायरेक्ट किया है सीवी मलयाल ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच हिज हाइनेस अब्दुल्ला। लेट्स वॉच। हिज हाइनेस अब्दुल्ला। ബാലരാമ, എന്തോ വാഹനം ഏതോ വന്നിട്ടുണ്ട്. പനിയെന്ന് വെച്ചാൽ തുള്ളുന്ന പനി. ഛർദിക്കുകയും ചെയ്തു. കുറെ ചോര എടുത്തുകൊണ്ട് പോയി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. മാമ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? പകലേ പറ്റണില്ല, പിന്നല്ലേ ഈ പാതിരാത്രി. ആ കണക്കെഴുത്ത് പേരെ പഠിക്കൽ കാവല. എല്ലാവരും ഉണ്ട്. കുഴിക്ക് കാല നീട്ടിയിരിക്കണ മതിലകത്ത് ചെറിയച്ചൻ തമ്പുരാൻ വരെ ചെറുമകൻ ബാലരാമനെയും കൂട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടുണ്ട്. അപ്പോ മദ്രാസിൽ നിന്നും സുഭദ്രാവർമ്മ എത്തി. മനസ്സ് തട്ടിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ കാര്യം ഒന്ന് പറയണ്ടേ? പറയണം. വരട്ടെ इसके दादा ही വരട്ടെ. നിന്നെ നോക്കി നോക്കി കണ്ണു കഴിച്ചു. ഉച്ചയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? കൊച്ചിയിൽ ഇറങ്ങേണ്ട വിമാനം അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു ഇറങ്ങിയത്. അവിടുന്ന് ഒരു ബസ് പിടിച്ച് വരിക. കുറവുണ്ടെന്നാ പറയണേ. സത്യാവസ്ഥ ആരോട് ചോദിച്ചാ മനസ്സിലാക്കുക? അമ്മയും അച്ഛനും അമ്മാമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ കേറി ഒന്ന് കാണാൻ സമ്മതിച്ചത് ഒരേ ഒരു ഇത് വെച്ചിട്ടുണ്ടെന്ന് ആ കണക്കെടുത്ത് പോരാൻ പറഞ്ഞല്ലോ. പക്ഷെ ഏട്ടന്റെ കാലശേഷം കിട്ടൂന്ന് മാത്രം. അല്ലാണ്ട് ആർക്കും കൊടുക്കാനാ? മക്കളോ ഇല്ല. വല്യമ്പ്രാട്ടിക്കാണെങ്കിൽ പണത്തിന്റെ സ്വത്തിന്റെ ഒരു കാര്യമില്ല. നമുക്ക് കഷ്ടിക്കുള്ള വഹ വെച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാ. അദ്ദേഹം മനസ്സറിഞ്ഞ് പ്രസാദിച്ചതാ. നിങ്ങളുടെ വിചാരമൊക്കെ മണ്ടത്തരാ. എന്റെ ഈശ്വര, ഇങ്ങനൊരു ബുദ്ധിയില്ലാത്ത നമ്പൂരിയാണല്ലോ എന്റെ ുള്ള ബഹുമാനവും. മനസ്സറിഞ്ഞ് എന്തെങ്കിലും തരുന്നത് നമുക്ക് തന്നെയായിരിക്കും, ഉറപ്പാ. തണുക്കണുണ്ടോ അമ്മയ്ക്ക്? മതി, ഉണ്ണി വരാറായി. വരുമ്പോ മട്ടുപ്പാവി കാത്തു നിന്നില്ലെങ്കിൽ അത് മതി മോഹം കറുപ്പിക്കാൻ. കുട്ടി കണ്ടിട്ടില്ലല്ലോ ഉണ്ണിയെ? ഇല്ല. किसी का वेट कर रहे हैं ना उन्हीं का ही। हाँ, शायद इनका बेटा होगा शायद। अच्छा आ गया। താ വരണോ ഉണ്ണി? മോർണിംഗ്. किसी और को देख അത് के ഗുപ്തൻ തമ്പുരാനാ. अच्छा अच्छा। ഒരിക്കൽ ഒരിക്കൽ വരും. അല്ല വേണേ, ഞങ്ങളൊക്കെ ബന്ധുക്കളല്ലേ. ഞങ്ങളോടൊക്കെ എന്താ എത്ര വലിയ ശത്രുത? ഒന്നുമില്ല. എന്നോട് വിരോധം തോന്നിട്ട് ഒരു കാര്യമില്ല. സ്വന്തം സഹോദരിമാർക്കും അനന്തരവന്മാർക്കും ഒന്നും മുഖം കാണിക്കാൻ അനുവാദം ഇല്ല. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ഏട്ടത് പിന്നെ ഇവിടെ താമസിക്കുന്നതാ. സുഖമില്ലാന്ന് കമ്പി കിട്ടിയപ്പോ ഉടുത്ത സാരിയോടെ ഇറങ്ങി പോന്നത്. यहाँ आपस में बहस करते रहते बस। सबको प्रॉपर्टी ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുമായിരുന്നു. ഭാഗം കിട്ടിയൊക്കെ വിറ്റ് നിന്ന് മറ്റു പലരും വന്ന് കൂടിയിട്ടുണ്ടല്ലോ. അവരോട് സംസാരിക്കുന്ന പോലെ ഞങ്ങളോട് സംസാരിക്കരുത്. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അന്യനാട്ടിൽ സുഖിച്ച് ജീവിക്കുന്നവരല്ലേ. ഇനി നിങ്ങൾ ആരും കഷ്ടപ്പെടണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം എന്റെ ഏട്ടന്റെ കാര്യം. ഞാനും ഈ കൊട്ടാരം വിട്ട് എങ്ങോട്ടും പോണില്ല. അപ്പൊ നിന്റെ പഠിപ്പ്?
പഠിപ്പൊക്കെ പിന്നെ അമ്മാവൻ തിരുമനസിൽ കഴിഞ്ഞാൽ മറ്റെന്തോ ഉള്ളൂ. സുഖമില്ലാന്ന് കേട്ടപ്പോ ഞാൻ ആകെ അങ്ങ് നടുങ്ങിപ്പോയി. എന്നെ മകനോ? അനന്തരവന്മാരിൽ മൂത്തയാള് ഞാനാ. അത് മാത്രമല്ല, ശൂദ്രന്മാരായിട്ടുള്ള വേളിയിൽ ഉണ്ടായതല്ല അവൻ. അവന്റെ അച്ഛൻ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ അസൽ വർമ്മയാ. ഇപ്പൊ ചെന്ന് തിരുമനസിനോട് പറയും. പിന്നെ ഒരെണ്ണത്തിന് ഈ കൊട്ടാരത്തിന്റെ മതിൽക്കകത്തേക്ക് ഇങ്ങോട്ട് കയറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. തിരുമനസ് അന്വേഷിക്കാൻ തുടങ്ങിട്ട് അങ്ങോട്ട് ചെല്ലൂ. കണ്ട ശൂദ്രച്ചികൾക്ക് എന്തിനും അവകാശമുണ്ട്. മഹാരാജാവിനെ അച്ഛാന്ന് വിളിക്കുന്നു, മഹാറാണി അമ്മയെന്ന് വിളിക്കുന്നു. ഒരേ രക്തത്തിൽ പിറന്ന നമ്മള് പുറത്ത് അന്യര്. जब डैड बोलती ना उसको, मतलब इसकी बेटी नहीं है वैसे ये, नहीं काम करती वो बस पर भी लगे नहीं कि बेटी है. नहीं ഒട്ടുമില്ല. കുട്ടി എവിടെയായിരുന്നു? അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. കാലം കേട്ടൂല്ലോ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാ മദ്രാസിലും കോട്ടയ്ക്കിലും. എന്നോട് ആരാ ഇതൊക്കെ ചെണ്ട കൊട്ടി നാട് മുഴുവൻ അറിയിക്കാൻ പറഞ്ഞത്? സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ ഒരു സമാധാനം തരില്ലാന്ന് വെച്ചാൽ അങ്ങ് वो ഭയന്ന് सोच रहे हैं अंदर जाएगा ഇതോടെ എല്ലാം കഴിയൂന്ന് വിചാരിച്ചു അല്ലേ? ताकि प्रॉपर्टी मिल जाए हमें. ഫോൺ അങ്ങനെ ചിലച്ചോണ്ടിരിക്കുക. ആ രാമമേനോ മറുപടി പറഞ്ഞു തുറ്റു. മന്ത്രിമാര് വിളിക്കണം, MLA മാര് വിളിക്കണം. നീ ഉണ്ടാവില്ല. തന്റെ ഇഷ്ടത്തിന് വന്നിട്ടുണ്ട്. അവര് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്തിന്? ഇതുവരെ കണ്ടതൊന്നും പോരെ? കാണാത്രേ. തലയ്ക്ക് സ്ഥലമില്ലാത്ത ഒരെണ്ണമുണ്ട് ഇവിടെ. അതിനെ ആർക്കും കാണുക വേണ്ട. ये भी नहीं चाहता था वो वहाँ आए വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. ശല്യങ്ങള് അവസാനം അനാഥാകാൻ പോണത് ഭാഗീരഥിയാ. എന്റെ കാലം കഴിഞ്ഞാലും അവളെ മറക്കരുത് കേട്ടോ. പ്രസവിച്ചില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചാ ശീലിച്ചത്. അല്ല, മകളായിട്ട് തന്നെ അച്ഛൻ കണ്ടിട്ടുണ്ട്. अडॉप्ट किया उन्होंने ना. ഇപ്പോഴത്തെ ഈ സുഖമില്ലായ്മയൊക്കെ കുളിക്കാഞ്ഞിട്ടാ. എന്നിട്ട് മതി മരുന്നും പ്രാതലും ഒക്കെ. കുട്ടി ആശാന്റെ ദമയന്തി പൂരിക്കണ പോലെ തന്നെ. ചോന്നൂല മുഖം. എന്തിനാ എന്നെ എങ്ങനെ ഉപദ്രവിക്കും? ये कैसा है? പോകൂ. മാതത്തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ ഏത് കഥയാണ് ആടുന്നത്? തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിൽക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണിൽ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല. തമ്പുരാൻ വിശദീകരണം ഒന്നും വേണ്ട. അവരെ കണ്ണ് കാണിക്കാനും ചിരിക്കാനൊന്നും നിൽക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാഴവി. പൂങ്കണ്ണീരൊന്നും ഒലിപ്പിക്കണ്ട. കള്ള सबको बताएगी वो. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയെ വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പുരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചു ചേർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരൻ ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. പൊയ്ക്കോ. സ്ഥാനമെങ്കിലും സ്വന്തം അനന്തരവന്മാർക്ക് കൊടുത്തൂടെ? എത്ര നേരത്തെ വേളി सब वही लगे लो कास्ट है. അറിയാം, അമ്മാവൻ നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടാ കാണണേ. എന്റെ മോൻ ബോംബെ പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? രാമന് 4-5 ഏക്കർ സ്ഥലം ഇഷ്ടദാനമായി ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുക ഞാൻ. ഇത് ഞങ്ങളൊക്കെ അവകാശപ്പെട്ടതാ ചോദിക്കണേ. മുത്തശ്ശൻ ഏത് വകുപ്പിലാ ഇഷ്ടദാനം? എല്ലാവരുടെയും ഭാഗം പിരിഞ്ഞത് തന്നെയാ. അതേയും പറഞ്ഞു തന്നാ ആർക്കും ഒന്നും കിട്ടാണ്ടാവും. ഒരു തരി മണ്ണ് ധരിക്കില്ല. ചെറിച്ച ക്ഷമിക്കണം, അവൻ ബോധമില്ലാണ്ട്. ബോധം കൂടിയിട്ടാ നന്നല്ല, നാക്ക് ആയുസ് കുറയ്ക്കും. पर मिलेगा सो ये साधु में गई होंगे घर में. वो भी चले गया वो.
അവകാശം നിൻ കരങ്ങൾ തൊടുമ്പോൾ पता नहीं हाँ क्या मिला इनाम मिल गया നന്നായേ ഉള്ളൂ. ഏതായാലും ഇന്നിനി യാത്ര വേണ്ട. അത്താഴം മനസ്സിലായില്ലേ? എന്റെ മകളാണ്. अच्छा ഒരിക്കൽ वो तो പറയണ്ടേ? है उसको अपनी बेटी नृत्य പഠിക്കണ്ടല്ലേ? बेटी वहाँ से ആ ये ठीक है जो बाकी फैमिली मेंबर्स हैं वो बहुत ग्रीडी है वो ग्रेडी भी है और कास्टिस्ट भी हैं वो उनके अंदर जो है ना कास्टिज्म काफी है पूरे खानदान इकट्ठा हो रखा है उनका। ये आप देख रहे हैं लोगों को ना എല്ലാരും ഉണ്ടല്ലോ. എന്താ ചെറിയച്ഛ, ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ ബാലരാമനും ഉണ്ട് കൂടെ. ആ ആ ആ. इसके अंकल है ना ये കുറച്ചു ദിവസം ഉണ്ടല്ലോ, സൗകര്യമായിട്ട് സംസാരിക്കാം. അല്ല എനിക്ക് പറയാനുള്ള വന്നിട്ടൊന്നും മുഖം കാണിക്കാൻ പോലും ഏട്ടൻ അനുവദിച്ചില്ല. കരയാതെ ड्रामे कर रहे हैं എല്ലാരും വന്നു എന്നറിഞ്ഞു, സന്തോഷായി. उस समय सबकी प्रॉपर्टी आवाज चढ़ रही थी എന്നറിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? नौटंकी ड्रामा അടിച്ചു പോയില്ലോ. അമ്മയെ കരച്ചിലോടെ കരച്ചില്. എവിടെ അവള്? ഒരു ആ ഇടുക്കി പഠിക്കണുണ്ടോ നീ? ആ അമ്പിയെ ഇനി തിരിച്ചു കൊണ്ടാന്നാ കരുതുന്നത്. അപ്പൊ ഇയാളോട് ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ല, മദ്രാസ് എനിക്കും മടുത്തു. ആയിട്ടുണ്ട്. ഞാൻ ഭയപ്പെട്ടു പോയി അമ്മാമേ. എന്താ മരിച്ചു പോയി എന്ന് വിചാരിച്ചോ? അമ്മാമേ നിങ്ങൾ കടുത്ത വാക്കുകൾ പറയുന്നു, എനിക്കത് കേൾക്കാൻ കൂടി വയ്യ. എന്നാ നിന്ന് കളഞ്ഞത്? നമ്മളെന്നും പിന്നിലല്ലേ നിന്നിട്ടുള്ളൂ. ये इनका बेटा है അമ്മാമ്മയുടെ പാരമ്പര്യം ഞാനായിട്ടെങ്കിലും നിലനിർത്തണ്ടേ? ബാക്കിയുള്ള അനന്തരവന്മാരെല്ലാം കലാബോധമില്ലാത്ത അരസ്യന്മാരാണല്ലോ. അതുകൊണ്ട് ദോഷായി. ആയല്ലോ, നന്നായി. അത് അമ്മാമ്മ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞു തന്നെയാ. എവിടെ മടി പത്രങ്ങള്? അപ്പോ പറഞ്ഞു കേട്ടതൊക്കെ ശരി തന്നെയാ. നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? वो बस शहर की पड़ी है सबके सब प्रॉपर्टी ला रखे हैं वो चाह रहे थे काशी मर जाता है കൃഷിസ്ഥലങ്ങളും എല്ലാം ജാനകി തമ്പുരാട്ടിക്കും സുഭദ്ര തമ്പുരാട്ടിക്കും മാധു തമ്പുരാട്ടി കൂടെ എഴുതി വെച്ചിരിക്കുക. കൂടെ എഴുതിയിരിക്കുന്നത് നിലമ്പൂർ ഒഴിഞ്ഞെടുക്കുന്ന കോവിലകവും ഇവർക്ക് രണ്ടുപേരും കൂടെ എഴുതിയിരിക്കുന്നു. सबके नाम पे तो कुछ ना कुछ कर ही रखा है उसने ആ ശൂദ്രച്ചിക്കോ? അടിച്ചുകളിക്കാരൻ ആയിരച്ചിക്ക് പിഴച്ചുണ്ടായ പെണ്ണിന് രാജസ്വത്തിൽ എന്താ അവകാശം? അവകാശമുള്ള അനന്തരവന്മാര് വേറെ ഉണ്ടല്ലോ ഇവിടെ, അവരെയും കൂട്ടാം. വെള്ളേച്ച നമ്മൾ അമ്മ വഴിക്ക് ബന്ധുക്കളാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ. എനിക്ക് സങ്കടം. അതങ്ങനെ കൈവിട്ടു പോവുകയൊന്നുമില്ല. കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കിയ എസ്റ്റേറ്റ് രാധയുടെ പേരിൽ എഴുതിയത് നന്നായി. മുഴുവൻ മൂന്നായിട്ട് ഭാഗിക്കേണ്ടി വരില്ലല്ലോ. രാധ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരില്ലേ? എന്റെ ഭഗവതി, നിങ്ങളുടെ ഒരു ബുദ്ധി. क्या क्या दिमाग लगा रहे हो इसको अपने साथ शामिल करना चाहते हो देखो തന്നെ ഒന്ന് സൗകര്യത്തിന് കാണാൻ കിട്ടുന്നില്ലല്ലോ. താൻ എവിടെയാ കയറി പതുങ്ങി? ഇതേ ഉള്ളൂ, ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കണം. എനിക്കിവിടെ സുഖം തന്നെയാണല്ലോ. ഇവിടെ എന്ത് സുഖം? അമ്മാമയ്ക്കും അമ്മായിക്കും 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത്. ओ ബോംബെ बॉम्बे ले जाना चाहते हो उसको അച്ഛൻ എന്നെ അന്വേഷിച്ചു. നിക്കുക. ഞാനെന്തിനാ അതൊക്കെ നോക്കണേ? ആ, രാധയുടെ പേരുള്ള എസ്റ്റേറ്റ് പിന്നെ മറ്റാരെങ്കിലും നോക്കി നടത്തുവോ? നീലഗിരി ബംഗ്ലാവ് പണിയിപ്പിച്ച് बहुत चला गया നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥ അവിടെ. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചെന്ന് പെടുന്നു. ഒരു വിരോധം ഇല്ല. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്നാ മതി. മൂത്തവരെ ഗുണദോഷിക്കാരൊക്കെ ആയോ താൻ? മക്കളുടെ കാര്യത്തിൽ ചില സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതൊക്കെ ശരി തന്നെയാണ്. ബില്ല് എഴുതി രജിസ്റ്റർ ആക്കിയിട്ടു. എസ്റ്റേറ്റ് ഒഴിച്ചുള്ള എല്ലാ സ്വത്തുക്കളും 3 തമ്പുരാട്ടിമാരുടെയും മറ്റുള്ളവരുടെയും പേർക്ക്.
എസ്റ്റേറ്റ് രാധികയ്ക്കും വലിയ തമ്പുരാട്ടിക്കും മാലയി തമ്പുരാട്ടിക്കും പോയി. ഇതിലൊന്നും പെടാത്ത കുറച്ച് പൊന്നും പണവും അത് ആർക്കും ഒരു सब तो ഒന്നും बराबर പെടാത്ത. जाना फिर भी कितने लालची है ये। हाँ फिर भी उनको पसंद नहीं പക്ഷെ है തമ്പുരാന്റെ കാലശേഷേ കൈ കിട്ടും. അതുവരെ ജീവിക്കാനുള്ളത് മുടക്കം കൂടാതെ ഇവിടുന്ന് തരുന്നുണ്ടല്ലോ. अच्छा लेकिन उनकी डेथ के बाद तो मिलेगा इनको हाँ क्या प्लान बना रही है പ്രശ്നവശാൽ 84 വയസ്സിൽ മരിക്കാനൊരു യോഗമുണ്ട്. ये ज्योतिष को दिखा रहे हैं कमरे में हाँ അല്ലേ? അപ്പോ പിന്നെ ഇനിയും 10-36 വർഷം. അപ്പോഴേക്കും നമ്മളൊക്കെ മരിച്ച് മണ്ണടി. मतलब वो बिल्कुल ठीक है और उसका मरने का वो देखने का ചോദിക്കാതെ മോഹിക്കണ്ട. അച്ഛനേക്ക് പോകാൻ വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി അമ്മാമ്മയെ കണ്ട് സങ്കടം പറയാം. തരാമെന്ന് തീരുമാനം. നിധി കാക്കുന്ന ഭൂതാണ് ആ കിഴവൻ. നടക്കുന്ന കാര്യം വല്ലോണ്ട് ആലോചിക്കാൻ. ഒരു കേസ് കൊടുത്താലോ? कितनी अच्छी चीज को डिस्कस कर रहे हैं അവേ ഉള്ളൂ. വെറുതെ വെട്ടിത്തങ്ങൾ ഓരോന്ന് ആലോചിക്കണ്ട. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഹേയ്, ഒന്നും ചെയ്യാനില്ല. ओह इसको नहीं मिला ना कुछ भी शेयर अब ये बताएगा യുദ്ധത്തിൽ നിഗ്രഹം ओह യശസ്സാണ്. वही बोल रहे हो भी കൊല്ലുവേ. അതും സ്വന്തം അമ്മാമ്മേ. ये बुढ़ा बुढ़ा आरामी है സ്വന്തം സഹോദരനായ കർണന്റെ നെഞ്ചത്ത് ദിവ്യാസ്ത്രം പ്രയോഗിച്ചത് അമ്മാവനോ അനന്തരവനോ ആരുമില്ല. तो सपना हो गया എന്താ ഈ സമയത്ത്? उससे सपना हो गया था ना ഞാനൊരു സ്വപ്നം കണ്ടു. ചെൻ സൂക്ഷിക്കണം, ശത്രുക്കളാണ് ചുറ്റും. എന്താ ഇത്? ഒരു സ്വപ്നം കണ്ടു എന്ന് വെച്ചാ ഇങ്ങനെ പരിഭ്രമിക്കണത്? പൊയ്യാണെന്നറിയാം. വഹകളിലാണ് എല്ലാവർക്കും മൊത്തം. കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. इसको भी सब मालूम है बता तो हुआ इसको എന്നാൽ പിന്നെ മരിക്കണതിലും അച്ഛന് സന്തോഷം. ये लड़की कौन है ये वही रहा था क्या പോയി കിടന്നു. अच्छा इस वक्त थोड़ा अलग से लगेगा बिंदी नहीं लगा रखी ना उसने कौन सा अर्जेंट काम आ गया इसको അന്വേഷിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി. ഓ അങ്ങേർക്ക് ഇപ്പൊ അതിനല്ലേ നേരം. സമയം കളയാതെ വേഗം പുറപ്പെടെ. വേണ്ട, നീ വരണ്ട. 3 നാളായിട്ട് ഇറങ്ങണ്ട. കാരണങ്ങളാലോ അല്ലെങ്കിൽ യാദൃശ്ചികമായ ഒരു അപകടം മൂലമോ ആയിരിക്കണം. क्या प्लान बना रहे हैं उसका डेथ लगनी भी नहीं चाहिए था तो एक्सीडेंट हो മതിക്കാനാണെങ്കിൽ मानना चाह रहे हो ആർക്കും ആരെയും മതിക്കാം. തനിക്കും പറ്റും. കൊണ്ടുവരുന്നയാൾ സമർത്ഥനായി. किसी को मतलब वो करेंगे ना हायर करेंगे ना इसको इस काम को करने के लिए हाँ, ഇല്ല, അധോലോക രാജാക്കന്മാരുടെ നാടാണ് ബോംബെ. മുത്തശ്ശൻ അറിയോ അത്? ഈ അന്ധൻ എന്തറിയാൻ? ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഒന്നും പറയരുത്. കഴുത്ത് അങ്ങോട്ട് കണ്ടിച്ചാലും ഞാൻ മാധവിയോട് പറയുന്ന പ്രശ്നമില്ല. अच्छा बॉम्बे जा रहे ना वो बॉम्बे में ही करता नहीं काम ये किसको ढूंढेगा उसको शायद वही किसी को ढूंढेगा जो उसे मार सके कैसे बेच रहा आओ भाई, पाहेरे खोल रहा हूँ. चोरी घड़ियां तो नहीं बेचता गई है अपने हाथ में पहनी उसने जिसे जानता है തമ്പ്രാൻ എവിടെയാണ്? വല്ലതും വേണോ? Japanese item കബീർ ദാദെ ഒന്ന് കാണണം. ഒരു അത്യാവശ്യ കാര്യം. കബീർനാഥ് അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ല. എന്ത്? മൂപ്പരകത്തായി. അകത്താ? ആ देखो रॉयल फैमिली എന്താവശ്യം ഉണ്ടെച്ചാലും കാര്യം തുറന്നു പറഞ്ഞോളി, ഞമ്മള് ശരിയായി തരാം. അതല്ല കബീർനാഥ് എന്നെ പറ്റുള്ളൂന്നുണ്ട്.
अच्छा उसको बता भी दी उसने क्या क्या बात है 10-60 വയസ്സായ ഒരു കിഴവനെ കൊല്ലാൻ ഈ ബോംബെന്ന് 2 ലക്ഷം ഉറുപ്പിക കൊടുത്ത ഒരാളെ കൊണ്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ എല്ലാവരും അകത്താകും. അതുകൊണ്ട് चौधरी साहब ठीक है ठीक है ये उसके गुंडे തന്നെ സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് കൊടുക്കാം. अभी शक्ल में गुंडे कर रहे हैं वो भी डेंजरस കണ്ടാ തന്നെ അറിയാം ഒരു ഗുണ്ടയാണ്. കൊല്ലാനും തല്ലാനും നടക്കണമല്ലോ പ്രൈം മിനിസ്റ്ററിന്റെ അടുത്ത് ഉണ്ടാവോ? ഓ, ആളിന് അതിനെ പറ്റിയ ഒരു കാഴ്ചയൊക്കെ വേണ്ടേ? അങ്ങനെ डिसेंट के साथ पता नहीं चली जिसका പക്ഷെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആരാ? ഒരു ശൈത്താനാണ്. कौन है वो ഇപ്പം പോലെ കൊന്നു കയ്യിൽ തരും. കൊല്ലാന്ന് വെച്ചാ ആറ്റിനും കോയിനും ഇറക്കണേൽക്കൊന്നല്ല, വളരെ തരം കിട്ടിയ കൊല്ലൂന്ന് മാത്രം. ഓഹോ, ആ? പിന്നെ നല്ല ഒത്ത പൊക്കും നല്ല വണ്ണമൊക്കെ ഉണ്ട്. പിന്നെ നിറം ഇങ്ങനെ കറുത്തിട്ടല്ല, നല്ല പൊന്നിന്റെ നിറ. ഇപ്പൊ ആളെവിടെയുണ്ട്? मोहनलाल को ये वो हायर करेंगे. कवाली कितना अच्छा लग रहा है ना एकदम मस्त तेरी बाहों में अब गुजरे अल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह. इसमें हिंदी गाने भी हैं क्योंकि बॉम्बे में ना क्योंकि इसे बॉम्बे का दिखा रहे हैं ना. तेरा दिल हुआ सुभान अल्लाह कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना ये वहाँ चले गया कमाल है. अब इसी को बोलेगा ये. यार खिला दे यार खिला दे है बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा. എനിക്കാ പറയണേ, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കോയിനെ പോലും കൊല്ലാത്ത ഞാൻ ഒരു മനുഷ്യനെ കൊല്ലാനാ. പറഞ്ഞില്ലേ ഒരാളെ കൊന്നിട്ടെങ്കിലും പൈസ ഉണ്ടാക്കണം, എന്നിട്ട് കൈവിട്ടുപോയ തറവാട് തിരിച്ചു പിടിക്കണം എന്നൊക്കെ. അതൊരാശ പറഞ്ഞതല്ലേ എന്റെ ജമാലി. അട്ടിട്ടും കൊന്നിട്ടും കള്ളക്കടത്ത് നടത്തിയിട്ടും കാശുണ്ടാക്കിയവരാ. ഞമ്മക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ ഇപ്പോഴും നീ നക്കാപ്പിച്ച പഠിച്ചോൻ തന്നെന്ന് കരുതിയാ മതി. അല്ലാതെ ബൊമ്പായിൽ ദാദാമാരില്ലാഞ്ഞിട്ട് लालच दे रहे हो तो यार थोड़ी होता है उसे चाह नहीं रहा. നിന്റെ നാമം കുറിക്കപ്പെട്ടിരിക്കുന്നു ഖുർആൻ പറയുന്ന പൊരുളെന്താ? ഈ 2 ലക്ഷം ഉറുപ്പിക നിനക്ക് തിരിച്ചാൻ തന്നെയാ. ഏതായാലും നീ ഈ കേസ് ഒഴിവാക്കല്ല മോനെ. मान गए इतनी जल्दी तो पैसे के लिए तो हर कोई मान जाएगा ना. തമ്പുരാനെ, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാൻ തന്നെ. ഒരു വിധത്തിലൊക്കെ ഞാൻ മൂപ്പരെ പറഞ്ഞ് आई नहीं करो मिला दिया उसने हाथ